അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആ രാത്രിയിൽ അവൾ ഓർത്തു, അതെ തൻ്റെ ജീവിതം. റബ്ബേ, ഒരു മുസ്ലിമിൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്നിട്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത്. എന്താണെന്നറിയില്ല. അവൾക്ക് ഇസ്ലാമിനോട് കൂടുതൽ പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. അവൾ ആ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു. അവൾക്ക് ഉറക്കം കിട്ടുന്നില്ല. അവൾ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, എനിക്ക് മുസ്ലിമായി ജീവിക്കണം, എനിക്ക് എൻ്റെ കുഞ്ഞിനെ മുസ്ലിമായി വളർത്തണം, അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അവൾ പാതി മയക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്നാണ് സുബഹ് ബാങ്കിൻ്റെ ആ മധുരമായ ധ്വനി അവൾ കേൾക്കുന്നത്. അവൾ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു. അത് ബാങ്കിൻ്റെ ഓരോ ഈരടികളും അവൾ ശ്രദ്ധിച്ചു. റബ്ബേ, എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം സന്തോഷമാവുകയാണ്. അവൾ അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. അവൾ തൻ്റെ വയറ്റിൽ പതുക്കെ കൈവച്ചു. എൻ്റെ കുഞ്ഞെ, ഈ ഉമ്മയുടെ ആഗ്രഹം എൻ്റെ കുഞ്ഞിനറിയാമല്ലോ, പഠിച്ചോനറിയാമല്ലോ. പഠിച്ചോനെ, അതെ, എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം. എനിക്കതിനോട് വല്ലാത്ത ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ അവൾ ആ സമയത്ത് ഉണർന്നിരുന്നു. അവൾ പഠിച്ചവനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അവൾ ഫ്രഷായി. പക്ഷേ അവൾക്കൊന്നും അറിയില്ലല്ലോ ഇസ്ലാമിനെക്കുറിച്ച്. എന്തൊക്കെയോ ചെയ്യണം, നമസ്കരിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം എന്നുള്ള ചിന്തയെല്ലാം അവൾക്ക് ഉണ്ടായി തുടങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ അടുക്കളയിലേക്ക് പ്രവേശിച്ചു. അത് മായയുടെ അമ്മ അടുക്കളയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച. തട്ടമിട്ടുകൊണ്ട് തൻ്റെ പെണ്ണ് ഒരു മുസ്ലിം പെണ്ണിനെ പോലെ അവിടെ ഇരുന്ന് കുക്ക് ചെയ്യുകയാണ് കാണുന്നത്. മോളെ, നീ എന്താ മോളെ ഈ ചെയ്യുന്നത്? നീ എന്താ തട്ടം ഇപ്പോൾ ഊരിടാറില്ലേ? അമ്മ, അതെനിക്ക് ഊരിടാൻ തോന്നുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ മമ്മ തട്ടമിടാതെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് മമ്മ കൂടി തട്ടമിട്ടിരുന്നെങ്കിൽ എന്നുള്ളത്. മോളെ, നീ എന്തേ പറയുന്നത്? അത് മമ്മ, തട്ടമിട്ടാൽ അവിടേക്ക് മലക്കുകൾ വരുമെന്നോ എന്തൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ മകളുടെ ആ വാക്ക് കേട്ട് അതെ, ആ അമ്മക്ക് തോന്നി, തന്നോട് പണിക്കർ പറഞ്ഞിരുന്നു ആ കുഞ്ഞിനെ നിങ്ങൾ നശിപ്പിക്കരുത് എന്നൊക്കെയുള്ളത്. അപ്പോൾ എനിക്കും എന്തൊക്കെ തോന്നാണ്, അറിയുന്നില്ല. അതെ, അവൾ ആഗ്രഹിച്ചിരുന്നു. അവൾ ആ രാത്രി മുഴുവൻ ദുആ ചെയ്തിരുന്നു പഠിച്ചവനോട്, പഠിച്ചവനെ, എൻ്റെ മമ്മക്കും അങ്ങനെ ഒരു മനസ്സ് നീ തോന്നിപ്പിക്കണേ അല്ലാ എന്നുള്ളതിനെക്കുറിച്ച്. എന്നാലതാ മകളുടെയും ഭാവമാറ്റത്തിൽ ശരിക്കും അമ്മ വിചാരിച്ചു, പിന്നെ ഞാനായിട്ട് ഇവിടെ ഹിന്ദുവായിട്ട് കഴിഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അതെ മോൾ എന്തൊക്കെ, മോൾക്ക് ആദ്യമൊക്കെ അമ്മക്ക് ഭയമായിരുന്നു. എന്നാൽ അവൾ പറഞ്ഞു, മമ്മ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച്, മോളെ ഇതുവരേക്ക് ഇങ്ങനെ ജീവിച്ചില്ലേ, ഇനി മരിക്കോളം അങ്ങനെയാണ് കഴിഞ്ഞു പോട്ടെ. മമ്മ, അതെ, എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും ഇസ്ലാമിലേക്ക് വന്നാലോ? എന്താ, എങ്ങനെയുണ്ട്? എനിക്ക് ഏതായാലും എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയി തീർന്നു. ഞാനിനി എന്താ ചെയ്യാം? തൻ്റെ മകളുടെ ആ ഒരു ആദ്യം ഓർത്ത് ആ അമ്മക്ക് ടെൻഷനുണ്ടെങ്കിലും ആകപ്പാടെ ഒരു വിഷമമാണ് അനുഭവപ്പെട്ടത്. അതായത് ഇതുവരെ ഞാൻ നിന്ന മതത്തിൽ നിന്ന് പിന്മാറിയിട്ട് മറ്റൊരു മതത്തിലേക്ക് ചേക്കേറുക എന്നൊക്കെ പറയുമ്പോഴേ, മോളെ, അമ്മ ഇവിടെ നിന്നോളാം. മോളെന്നാൽ അങ്ങനെ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ മമ്മ നിങ്ങളും വരും. അമ്മ, മോളെ, ജോലിക്ക് പോകാൻ സമയമായി, ഞാൻ പോകട്ടെ. അങ്ങനെ മമ്മ അന്നും ജോലിക്ക് നേരെ ജസീറിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ ജസീറിനാണെങ്കിൽ അവളെ കാണാതിരിക്കാൻ കഴിയാത്ത അത്ര വിഷമമാണ്, സങ്കടമാണ്. അന്നും അവൻ കോളേജ് കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് വിട്ട സമയത്ത് അവൻ ബാഗുമെടുത്ത് കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് മായയുടെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ മായ അവിടെ എന്തോ ഡ്രസ്സ് തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. മായ, ഏയ് ആയിഷ, ആയിഷ, ആയിഷ. ഒരു നിമിഷം അവൾ ഞെട്ടി. ഈ ഉച്ച സമയത്ത് ആരെന്നെ വിളിക്കുന്നത്? ശബ്ദം കേട്ടിട്ട് നല്ലോണം പരിചയമുള്ള പോലെ. അവൾ തട്ടം ശരിക്കിട്ട് വാതിൽ പതുക്കെ തുറക്കുന്നു. ആയിഷ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ. എനിക്ക് ചുറ്റും വളരെയധികം വലിയ ചുറ്റുമതിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് എൻ്റെ ഉമ്മ അത്രക്കും എൻ്റെ മേൽ കർശനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിൻ്റെ മമ്മയോട് വരെ ഒന്നും ചോദിക്കാനും പറയാനും പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആയിഷ, എനിക്ക് കഴിയില്ലടി, നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല. നേരെ അവൻ അവളുടെ അരികിലേക്ക് പാഞ്ഞെടുക്കുന്നു. അവളുടെ
ആ ഒരു സുഗന്ധമുള്ള ആ ഒരു ശരീരം അവനിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു, ജസീർ, ഇല്ല, ഇതുവരെ എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി. ഇനി ഒരിക്കലും എന്നെ തൊടുവാൻ ഞാൻ സമ്മതിക്കില്ല. അതൊന്നും ഒരിക്കലും നല്ലതല്ലല്ലോ. എല്ലാം പഠിച്ചോ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജസീർ, ഒരിക്കലും ഇനി എന്നെ... നീ എന്ത് പറയുന്നത്? അതെ ജസീർ, എൻ്റെ വയറ്റിൽ ജസീറിൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട്. ഇനി ആയിഷ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ്. നമുക്ക് വാ, ഒരിടത്ത് പോയി താമസിക്കാം. നമുക്ക് രണ്ടുപേർക്കും മാത്രമായ ലോകത്തേക്ക്, ആരും അറിയാതെ ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കാം. എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ വളരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അതിനെ സംരക്ഷിക്കണം നമുക്ക്. ആയിഷ, എൻ്റെ കൂടെ വരുമോ നീ? എന്നാൽ അതാ ആയിഷ പറഞ്ഞു, ജസീർ, ഒരിക്കലുമില്ല, ഇനിയും ഞാനൊരു തെറ്റിലേക്ക് വരുന്നില്ല. ആയിഷ, അപ്പം നമ്മുടെ കുഞ്ഞ്, എനിക്ക് നിന്നെ അത്രക്കും ഇഷ്ടമായതുകൊണ്ടല്ലേ പൊന്നെ ഞാനിങ്ങനെയൊക്കെ ആയിത്തീർന്നത്? ജസീർ, ഞാൻ ഒരു കാര്യം പറയാം. അതായത് എനിക്ക് ആയിഷയാകണം. ശരിക്കും ജസീർ ഞെട്ടിപ്പോയി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. ആയിഷ, നീ പറയുന്നത് സത്യമാണോ? ഞാനിത് പലപ്പോഴും പറയാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ നിൻ്റെ പ്രതികരണം എന്താവുമെന്ന് കരുതിയിട്ട് ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. എന്താ നീ പറയുന്നത്? സത്യം പറ. നീ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം പൂർത്തിയാകുകയാണോ? റബ്ബേ, ജസീർ ഒരു നിമിഷം പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, നീ വരൂ എൻ്റെ കൂടെ. അതെ, എനിക്ക് ആയിഷയാകണം. ആദ്യം പോയിട്ട് ഇസ്ലാം എന്താണെന്ന് പഠിക്കണം, എന്നിട്ട് മുസ്ലിം ആവണം, എന്നിട്ട് ഞാൻ വരും എൻ്റെ ജസീർക്കയുടെ കൂടെ, ജസീറിൻ്റെ ആയിഷയായിട്ട്. അത് കേട്ടപ്പോൾ ജസീറിൻ്റെ മനസ്സ് നിറഞ്ഞു. അവനൊരു നിമിഷം കണ്ണുകളടച്ച് റബ്ബിനെ സ്തുതിച്ചു. ആയിഷ, ഞാൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഇതായിരുന്നു. ഒരുപക്ഷേ നിന്നെ മുസ്ലിമാക്കി കൊണ്ടുവന്നാൽ എൻ്റെ ഉമ്മയെ സ്വീകരിക്കും, നമുക്ക് സുഖസുന്ദരമായി കഴിയാം കേട്ടോ. ഞാൻ ഈ ഒരു വിഷയം എൻ്റെ ഉമ്മയോട് കൂടി ഒന്ന് പറയട്ടെ. അവർ ഒരുപാട് സമയം സംസാരിച്ചിരുന്നു. ഏകദേശം ക്ലാസ് വിടുന്ന സമയമായപ്പോൾ അവൻ അവിടെ നിന്ന് പോയി. എന്നാൽ അന്ന് ഉമ്മ, എന്താ ജസീറെ, ഇന്ന് കുറച്ച് നേരത്തെ വന്നല്ലോ, എന്നും എത്തുന്ന സമയമായിട്ടില്ലല്ലോ? ഒരു 10 മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ട്. അതുവരെ ഉമ്മ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഉമ്മ, അത് ഞാൻ ചെറിയൊരു വിഷയത്തിലായിരുന്നു. എന്ത്? ഉമ്മ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളോട് അവളുടെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞോ? ആരുടെ? ആ മായയുടെ, അല്ല ആയിഷയുടെ. ആയിഷയോ? ഏതായിഷ? അല്ല, ആ മായയുടെ. ആ, എന്ത് പറയാൻ? എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കുരുത്തക്കേടിന് ഒപ്പിച്ചറാ? ഇല്ലമ്മ, ഞാനാകെ... എന്താടാ? അപ്പോഴേക്കും അതാ പത്മാവതി അമ്മേ എന്ന് പറഞ്ഞ് അതാ അടുക്കളയിലേക്ക് അവർ ചെല്ലുന്നു. എന്താ പത്മാവതി അമ്മ ഞാനീ കേൾക്കണത്? എന്താ? അവർ ഭയന്ന് വിറച്ചു. അല്ല, എൻ്റെ മോൾക്ക് തീരെ ബുദ്ധിയില്ലേ? തീരെ അന്തല്ലേ? ആണുങ്ങളായിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം എന്നറിയില്ലല്ലേ? എന്തൊക്കെ ഇപ്പം സംഭവിച്ചിട്ടുള്ളത്? താത്ത, അത്... പറഞ്ഞോ, തുറന്ന് പറഞ്ഞോ. എൻ്റെ മോള് ഗർഭിണിയാണ്. പക്ഷേ... എന്താ? എൻ്റെ മോനും പറഞ്ഞോ? അതിൻ്റെ ഉത്തരവാദി ആരാ? മോളെ ഒറ്റക്കവിടെ നിർത്തി പോന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അങ്ങനെയൊന്നുമല്ല, അവൾ അങ്ങനെ ഒരിക്കലും... മോൾക്ക് എന്ത് സ്വഭാവമാണ്? മോശപ്പെട്ട സ്വഭാവം. ഇങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടത് നീയെ? ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അയ്യേ, മോശം. എന്നാൽ പെട്ടെന്ന് ജസീർ അങ്ങോട്ട് വന്നു. ഉമ്മ, അതെ, എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. ഒരു നിമിഷം ഞെട്ടിപ്പോയി അവർ. എന്താണ് നീ പറയുന്നത്? ഈ കുടുംബത്തിൻ്റെ മാനം നഷ്ടപ്പെടുത്തുന്നോടാ എന്ന് പറഞ്ഞ് അതാ ജസീറിനെ കയ്യിൽ കിട്ടിയ ആ ഒരു വിറകെടുത്ത് അവർ പൊതിരെ തല്ലുന്നു. ഉമ്മ, നിങ്ങൾ എന്തിനെന്നിങ്ങനെ? വേണ്ട, അവനെ തല്ലണ്ട. എന്ത് ചെയ്യാൻ? എൻ്റെ മോനും അവനും കൂടി ഒത്തിട്ടെന്നല്ലേ, അല്ലാതെ ഒരാൾ ഒറ്റക്കൊന്നും അല്ല. ഞാനാണ് എല്ലാത്തിനും കാരണക്കാരൻ. അവളൊന്നുമല്ലായിരുന്നു. പാവം, അവളെ ഞാനാണ് പ്രലോഭിപ്പിച്ചത്. അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മയങ്ങി വീണതായിരുന്നു. എനിക്ക് വൈകാതെ അവളോട് വല്ലാത്ത ഇഷ്ടം തോന്നുകയായിരുന്നു.
അതിപ്പോൾ ഇത്ര വലിയ തെറ്റായ കാര്യമാണോ ഞാൻ അവൾക്കോട് ഇഷ്ടം തോന്നിയത്? അല്ലടാ, തെറ്റൊന്നല്ല എന്ന് പറഞ്ഞ് ഉമ്മ വീണ്ടും അവനെ പ്രഹരിക്കാൻ തുടങ്ങി. ഒച്ചപ്പാട് കേട്ട് അതാ വല്യമ്മ വന്നു നോക്കുന്നു. എന്താ അവിടെ, എന്താണ് അവിടെ ഒച്ചപ്പാട്? ഓ, വല്ലാത്തൊരു കഷ്ടകാലം തന്നെ. എപ്പോഴും ഇവിടെ തന്നെ. ഇവൾക്കൊന്ന് അടങ്ങി നിന്നോടേക്കും അവനെ മക്കളോടെങ്കിലും. തള്ളേ, നിങ്ങൾ മിണ്ടണ്ട, എൻ്റെ മക്കളെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട്. അല്ല പിന്നെ, അതെ, തറവാടിൻ്റെ മാനം കളഞ്ഞു കുളിച്ചിരിക്കുന്നു. ശരിക്കും അവർ ദേഷ്യപ്പെടുകയാണ്. ഛേ, വല്ലാത്തൊരു കഷ്ടമായി പോയി. എന്തൊരു കഷ്ടമാണിത്. ഉമ്മ, അതെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ജസീറെ, ഒരുമ്പെട്ടുറന്നിനെ കൊന്നു കുഴിച്ചു മൂടടാ, രണ്ടെണ്ണത്തിനും കൂടെ. അല്ല പിന്നെ, ഛേ, നീ ആകെപ്പാടെ. ഉമ്മ, ഇനിയെങ്കിലും ഞങ്ങളോട് ചോദിക്കട്ടെ, അവളെ ഞാൻ കൊണ്ടുവരട്ടെ? എൻ്റെ പെണ്ണായിട്ട് ആദ്യം അവൾ മുസ്ലിം ആക്കിയിട്ട്? എടാ, എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ ഇയ്യ്. അല്ല എന്നുണ്ടെങ്കിൽ ഞാനും അവളും പോകും. പിന്നൊരിക്കലും എന്നെ കിട്ടില്ല നിങ്ങൾക്ക്. ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോളാം. അതിനിപ്പോൾ എന്നാ? ഓ, ഓൻ്റെ ഒരു ബുദ്ധി കണ്ടില്ലേ. ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോളാം. അതെ, എൻ്റെ കുഞ്ഞവളുടെ വയറ്റിൽ വളരുന്നുണ്ട്. ഞാൻ അവളെ മുസ്ലിം ആക്കിയിട്ട് അവളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ആയിഷ എന്ന പേര് നൽകി ഞങ്ങൾ ജീവിച്ചോളാം എവിടെയും പോയിട്ട്. പെട്ടെന്ന് ഉമ്മ അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങുന്നേ കണ്ട്, ജസീറേ, ഇങ്ങോട്ട് വാടാ, എവിടേക്ക് ഈ ഇറങ്ങിപ്പോണത്? അല്ല പിന്നെ, ഓൻ ജീവിക്കുകയാണല്ലോ എവിടെയും പോയിട്ട്. നാണമില്ലല്ലോ നിനക്ക്? ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് എന്താന്നില്ലേ? അല്ലെങ്കിലും പെണ്ണുങ്ങളായ കുറച്ച് അടങ്ങി നിൽക്കണ്ടേ? അതെ, പത്മാവതി അമ്മയുടെ മുന്നിൽ വെച്ച് അവർ ഉറക്കെ പറയുന്നു, തീരെ ഒരു എളുപ്പമില്ലാത്ത ജന്തുക്കളായിപ്പോയി, വല്ലാത്തൊരു കഷ്ടകാലം തന്നെ എന്ന് പറഞ്ഞ് അന്ന് മുഴുവൻ അവർ വളരെയധികം ചീത്ത പറച്ചിലായിരുന്നു. പത്മാവതി അമ്മ കേട്ട് എല്ലാം ക്ഷമിച്ചു. എൻ്റെ മോൾ ഒറ്റക്കല്ലല്ലോ, ഇവനും കൂടിയല്ലേ. ഉമ്മ, നിങ്ങൾ ദയവായി ഒന്നും മിണ്ടാതിരിക്കേ. അതായത് ഞാനാണ് എല്ലാത്തിനും കാരണക്കാരൻ. നിങ്ങൾ അവളെ ഒരിക്കലും കുറ്റം പറയണ്ട. അവളൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അവൾ അറിയാത്ത രീതിയിലാണ് ഞാനെല്ലാം. എടാ, നിനക്ക് എന്തിൻ്റെ കേടാ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അവനെ പ്രഹരിക്കുന്നു. പെട്ടെന്നാണ് സഫീർ അങ്ങോട്ട് കയറി വന്നത്. എന്താ പ്രശ്നം? എന്തിക്ക? അതെ, ജസീറിൻ്റെ നെറ്റിയിൽ നിന്ന് രക്തമൊഴുകുന്നു. ഉമ്മ അവൻ്റെ തല പിടിച്ച് ചുവരിലേക്ക് നല്ലോണം വെച്ച് അടിച്ചിട്ടുണ്ട്. ഉമ്മ, എന്ത് ഇത്? എടാ, എൻ്റെ ഒരുമ്പിട്ടവന് കാട്ടി വെച്ച എന്താ എനിക്കറിയോ? പറഞ്ഞു കൊടുക്കടാ അങ്ങോട്ട്. എന്തേക്ക? അത് ഞാൻ അറിയാതെ തെറ്റുപറ്റിപ്പോയി സഫീർ എന്ന് പറഞ്ഞ് അവന് വിതുമ്പിക്കരഞ്ഞു. ആടാ, എൻ്റെ കല്യാണം കഴിഞ്ഞതിന് മുമ്പേ എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടി ഇവിടെ വന്ന പണിക്കാരത്തിൻ്റെ വയറ്റിൽ ഉറിയിക്കണല്ലോ. ശരിക്കും സഫീർ ഞെട്ടിപ്പോയി. ഉമ്മ, എന്ത്? ഞാൻ ഉമ്മയോട് അപ്പോഴേ പറഞ്ഞതല്ലേ, ഇതിഷ്ടമാണെങ്കിൽ നല്ലതാണെങ്കിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഉമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ? എടാ, എല്ലാവരും കൂടി എന്താ വെച്ചാൽ ചെയ്തോളി, എന്നോട് കൊന്നാളി ഞെട്ട്. അല്ല പിന്നെ, ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറം നടക്കില്ല, മനസ്സിലായിക്കോ. ഉമ്മ, നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്യ്. പെട്ടെന്ന് നിക്കാഹ് കഴിച്ചിട്ട് ഒന്ന് പോടാ എൻ്റെ മുമ്പിൽ നിന്ന്, ആ എടുത്ത് കളയാൻ നോക്കല്ലാതെ. എന്നാൽ അതാ പത്മാവതി അമ്മ ഓടിയെത്തുന്നു. ഇല്ല, അതെടുത്ത് കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? പണിക്കർ. ഓ, അപ്പോൾ പണിക്കരടുത്ത് പോലും എൻ്റെ മോനെ പാട്ടിലാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ല താത്ത, ഒരിക്കലും അല്ല അങ്ങനെ പറ്റിപ്പോയത്. എന്താ ചെയ്യാൻ? എന്നാൽ അതാ ജസീർ പറയുന്നു. ഉമ്മ, നിങ്ങളെന്തിനാ അവളെ കുറ്റം പറയുന്നത്? ഒരിക്കലും അവളല്ല, ഞാനാണ് എല്ലാത്തിൻ്റെ ഏജൻറ്റ്. എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ എനിക്കാവില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തും. ജസീർ വാശിയിൽ തന്നെയായിരുന്നു. എടാ, പോയി എന്തെങ്കിലും ഗുളിക എന്തെങ്കിലും വാങ്ങിക്കൊടുക്കടാ. ഛേ, പുളിക്കൽ തറവാട്ടിലെ ഒരു കുട്ടി ഒരു ചെറ്റക്കുടലിൽ വളരുക എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് നാണല്ലേ? ഉമ്മ, നിങ്ങളിങ്ങനെ കടുംപിടുത്തം പിടിക്കാൻ പാടില്ല. എനിക്കെൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കും. ജസീർ അവിടെ നിന്ന് അതാ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. അതെ, എന്താ ചെയ്യുക? ഉമ്മാൻ്റെ ഇത്രക്കും കടുംപിടുത്തം അവൾ ഒഴിവാക്കാനും അതൊഴിവാക്കാനൊക്കെ പറയുന്നത്. എന്നാൽ സഫീറിന് മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ വല്ലാത്തൊരു വിഷമം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അത് ഹിന്ദുവായിരിക്കുകയാണ് അവനെ പണി ചെയ്തത്. അപ്പോഴേക്കും അതിപ്പോൾ മതമേതെന്ന് ജാതിയേതെന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആണും പെണ്ണും ഒത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. പക്ഷേ എന്താ ചെയ്യേണ്ട? ജ്യേഷ്ഠൻ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അതാണിപ്പോൾ സംഭവിച്ചത്. അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഉമ്മാനോട് മുസ്ലിം ആക്കിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. കേട്ടില്ല. എന്താ ഇപ്പോൾ ചെയ്യുക ഇനിയിപ്പോൾ? എന്നാൽ ജസീറിനെ തേടി സഫീർ ഇറങ്ങി. അവനെ എവിടെയും കാണുന്നില്ല. പഠിച്ചവനെ, എവിടെയായിരിക്കും അവന്? റബ്ബേ,
അവൻ ഒരുപാട് തിരഞ്ഞു കൂട്ടുകാരോട് ചോദിച്ചു. ഫോണ് പോലും എടുത്തിട്ടില്ലേ, എനിക്കറിയുന്നില്ല, വിളിച്ചിട്ടും കിട്ടുന്നില്ല, ആകപ്പാട് ഒരു വിഷമം. സഫീർ ജസീറിനെ തേടി അലയുകയായിരുന്നു. അല്ലാ, എൻ്റെ ഇക്കാക്കൊന്നും പറ്റരുതേ, എൻ്റെ ഇക്കാക്ക് യാതൊരു മോശബുദ്ധിയൊന്നും തോന്നിക്കരുതേ അല്ലാ. പുഴയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്, പുഴയോരത്തേക്ക് പോകുന്നത് കണ്ടു എന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു. ആ വഴിയൊക്കെ പോയപ്പോഴൊന്നും കണ്ടില്ല തൻ്റെ പ്രിയപ്പെട്ട ജസീറിനെ. റബ്ബേ, ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ? എനിക്കറിയുന്നില്ല. എന്നാൽ പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. അതാ മായയുടെ വീട്ടിലേക്ക്, അതെ പത്മാവതി അമ്മയുടെ വീട്ടിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാകുമോ എന്ന് കരുതി അതാ സഫീർ ജസീറിനെ അന്വേഷിച്ച് അതാ മായയുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.